കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പല അമ്മമാരും ചോദിക്കാറുണ്ട്. 1. പോഷകസമൃദ്ധമായ സമീകൃത ആഹാരം നൽകുവാനായിട്ട് അതൊരു ആഹാര ക്രമീകരണമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡിക്വേറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. മുലയൂട്ടൽ നമ്മൾ മിനിമം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് 6 മാസം വരെ കണ്ടിന്യൂ ചെയ്യുക. മിനിമം 2 വയസ്സ് വരെ മുലയൂട്ടൽ തുടരുകയും ചെയ്യുക. 2. ഉറക്കം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. തിളപ്പിച്ചാറിയ വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ കൊടുക്കുക. നമ്മുടെ എൻവയൺമെൻറ്റൽ ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും ചോദിക്കാറുണ്ട്, വെയിൽ, മഞ്ഞ്, മഴയൊക്കെ കൊള്ളിച്ച് തന്നെ മക്കളെ വളർത്തണം എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നത്. എല്ലാ സാഹചര്യങ്ങളും മിതമായ രീതിയിൽ കുഞ്ഞുങ്ങൾ അറിഞ്ഞു വളരുകയാണ് ചെയ്യേണ്ടത്. 2. നമുക്ക് വാക്സിനേഷൻസ് എടുക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കുഞ്ഞുങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നതിനോടൊപ്പം കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾക്കെതിരെയുള്ള രോഗപ്രതിരോധ ശേഷി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിനേഷൻസ് എടുക്കണമെന്ന് പറയുന്നത്. ആസ് പെർ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എല്ലാ വാക്സിനേഷൻസും കുഞ്ഞുങ്ങൾക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്ന ഓപ്ഷണൽ വാക്സിനേഷൻസ് കൂടി എടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതുമായിരിക്കും.